കൊടുക്കും, പിന്നെ തൈലം പുരട്ടി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ കണ്ടു എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇവൻ പറഞ്ഞൊരു ഒരു മുടിയൊക്കെ ഏരി ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ അടുത്ത് സംസാരിച്ചൊന്നുമില്ല. എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നു, എൻ്റെ മരുന്നിരിക്കുന്നിടത്ത് പോയി. ഞാൻ സ്വപ്നം കണ്ട പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഹെഡ് നേഴ്സൊക്കെ വന്നു. അസസ് ചെയ്യാൻ വന്നപ്പോൾ അവർ ചോദിച്ചു സ്റ്റാഫൊക്കെ വരാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു സ്റ്റാഫൊക്കെ വരാറുണ്ട്. വേറൊരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു, ഒരു നീലുടുപ്പിട്ട ഒരു ചേച്ചി, മുടിയൊക്കെ ഈരി ഒരു ചേച്ചി വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ ഒരു നീലുടുപ്പിട്ട ഒരു ചേച്ചി ഇവിടെ ഇല്ല, നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങളാരും കണ്ടവരൊന്നുമില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു എന്തായാലും എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം അതിന് ശേഷം ഇവന് നല്ലൊരു ഉറക്കം കിട്ടാൻ തുടങ്ങി. മരുന്നിൻ്റെ സപ്പോർട്ടൊന്നും ഇല്ലാതെ നല്ലൊരു ഉറക്കം കിട്ടാൻ തുടങ്ങി. പിന്നെ കണ്ണിൻ്റെ മങ്ങിയാണ് ഇരുന്നായിരുന്നത്, ഒന്നും വായിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കണ്ണ് മങ്ങിയാണ് ഇരുന്നായിരുന്നത്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഡോക്ടർ വന്നിങ്ങനെ കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് 1, 2, 3 എന്നൊക്കെ കാണിക്കുമ്പോൾ ഇത് എത്രയാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ദിവസങ്ങളിലൊന്നും ഇവൻ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. പതിയെ മങ്ങലുകൾ കുറയാൻ തുടങ്ങി കണ്ണിൻ്റെ. ഒരു ഡിസ്ചാർജിൽ ഒരു 3 ദിവസം മുന്നേ ഡോക്ടർ വന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ ഇവൻ കൃത്യമായിട്ട് നമ്പേഴ്സ് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളിതൊരു അത്ഭുതമായിട്ട് കണ്ടാൽ മതി, ഞങ്ങളിത് ഇത്ര ഒന്നും പ്രതീക്ഷിച്ചതല്ല. കണ്ണ് ഓൾമോസ്റ്റ് പോയ ഒരു കണ്ണാണ്, കണ്ണിൻ്റെ ഞരമ്പുകളൊക്കെ പോയി, കണ്ണിൻ്റെ ഒരു കൃഷ്ണമണിയുടെ ഉള്ളിലൊരു കല്ലടിച്ച് കയറിയൊരവസ്ഥയിലാണ് കണ്ണിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ണ് ഇങ്ങനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഡിസ്ചാർജ് ആയിക്കോ, ബാക്കി റെസ്റ്റും മരുന്ന് കൊണ്ടൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാണ് ചെയ്തത്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത്.